ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ദീപ്തി കല്യാണിയുടെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇൻ്റർവ്യൂ പോലെയാണ് ആരോ എടുത്തത്. അതിനകത്ത് സംസാരിച്ച കാര്യമാണ് ഇപ്പം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ഒരു ദീപ്തി കല്യാണി ആരാണെന്ന് വലിയ രീതിയിൽ അറിയാത്തവർക്ക് വേണ്ടിയാണെങ്കിൽ ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അതിലൂടെയാണ് ആദ്യമേ കുറച്ചുകൂടി അറിയപ്പെടുന്നത്. അതിനുശേഷം ഈ ഒരു ട്രാൻസ്ജെൻഡർ എന്ന രീതിയിൽ മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇവർ പറഞ്ഞ ഒരു വിഷയമാണ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സഹോദരൻ്റെ കൂടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെയൊക്കെ ഒന്ന് കടന്നെന്ന് പറഞ്ഞൊന്നും ഒരു മോശമായിട്ടുള്ള ചിന്താഗതിയോ അങ്ങനെയൊന്നും വരേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരുമിച്ചൊരു കട്ടിലിൽ അച്ഛൻ്റെ കൂടെയോ അല്ലെങ്കിൽ സഹോദരൻ്റെ കൂടെ കടന്നെന്ന് പറഞ്ഞാൽ അത് മോശമായിട്ട് ആരും ചിന്തിക്കുകയൊന്നുമില്ല. പക്ഷേ രണ്ടാമത് വേറൊരു കാര്യം കൂടി പറഞ്ഞതാണ് ഭയങ്കരമായിട്ട് ചർച്ച വിഷയമാവുന്നത്. ഇപ്പം ഞാൻ വേണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് വേണമെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം, അതിലെനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഈ ഒരു ദീപ്തി കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ദീപ്തി ഈ ഒരു പറഞ്ഞ കാര്യങ്ങളോട് താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ ആ ഒരു വീഡിയോസിൻ്റെ താഴെ വന്ന് കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരാണായിട്ട് അത് പെണ്ണായിട്ട് മാറിയതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നത്തില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയായിട്ട് ജനിച്ച ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇതാണ് അച്ഛൻ്റെ മുമ്പിലോ സഹോദരൻ്റെ മുമ്പിലോ ഒന്നും വെച്ച് ഡ്രസ്സ് മാറാനോ ഒന്നും തന്നെ അങ്ങനെയൊന്നും പറ്റത്തില്ല. നിങ്ങൾ ഇതുപോലത്തുള്ള പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് പറയുക. നിങ്ങളുടെ കാര്യം അങ്ങനെയൊക്കെ ആയിരിക്കും, എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയാൻ നിൽക്കരുത്.